ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉഴുന്ന് ചേർക്കാത്ത ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് വെള്ളപ്പം വേണമെങ്കിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ നെയ് റോസ്റ്റും ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ നേരത്തെ കഴുകി ഉണക്കി വെച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 6-7 മണിക്കൂറോളം നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. 3/4 കപ്പോളം വെള്ളം ഇതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബാക്കി വെള്ളം നമുക്ക് ആവശ്യം വരും. ലാസ്റ്റ് നമുക്കിത് കട്ടി കൂടുതലാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മട്ടരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ് ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു കാസറോളിലേക്ക് ഒഴിച്ചു വെക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ചു നേരം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കൈൻ്റെ ആ ചൂട് കൂടെ തട്ടുമ്പോൾ നന്നായിട്ട് ദോശ സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുക. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ 8 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടില്ല, മാവ് ഒട്ടും പൊങ്ങി വന്നിട്ടില്ല. ഞാൻ തവി കൊണ്ട് കാണിച്ചു തരാം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു ടൈമിലാണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പാന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ദോശക്ക് ചുറ്റിക്കണ പോലെ തന്നെ ചുറ്റിക്കുക. പിന്നെ ചെറിയ തട്ടുകടയിലത്തെ ദോശ പോലെയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. ചെറുതായിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതിന്റെ മീതെ ഗീ തടവി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു സൈഡ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ദോശയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കി ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക.
അങ്ങനെ ഇപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെള്ളപ്പം ഉണ്ടാക്കി നോക്കാം. വെള്ളപ്പച്ചട്ടി ചൂടായി വന്നപ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ചുറ്റിക്കണ പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്നായി വരുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഇതാ വെള്ളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ. ഇനി നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ തന്നെ ഒരു തവി ഒഴിച്ചിട്ട് നന്നായിട്ട് നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ മീതെ നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു മാവിൽ നമുക്ക് നല്ല മൊരിഞ്ഞ നെയ് റോസ്റ്റും കിട്ടി, വെള്ളപ്പവും കിട്ടി, സാധാ ദോശയും ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഇനി ഞാൻ ഇതുപോലത്തെ ചെറിയ ദോശ ആക്കിയിട്ട് എടുക്കുന്നത്. ലാസ്റ്റത്തെ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാ ഒരട്ടി ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെട്ടെന്ന് നമുക്കൊരു ചട്നി കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡിയായി. ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. 4 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി ഒരു 3 അല്ലി, പിന്നെ ഒരു 5 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സവാള കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അങ്ങനെ ഇവിടെ ചട്നിയുടെ അത് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം നമുക്ക് അരച്ചെടുക്കുക. ഇപ്പൊ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വറവിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉണക്കമുളക്, വേപ്പില എന്നിട്ട് അരച്ചു വെച്ച് കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചട്നി ഇവിടെ റെഡിയായി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.